ഇവിടെ നമുക്ക് ആർ ബിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആർ ബി ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. UPSCയുടെ ഒരു മേജർ ഒരു ഫേവറേറ്റ് ഏരിയ എന്ന് തന്നെ പറയാം. ആർ ബിയുടെ സ്ട്രക്ചർ, ആർ ബിയുടെ ഫംഗ്ഷൻസ്, അതിൽ എസ്പെഷ്യലി ആർ ബിയുടെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആർ ബി ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് ആർ ബിയുടെ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതൊരു ഫാക്ച്വലി അല്ലെങ്കിൽ ആർ ബി ആക്ടിൽ സ്പെസിഫിക്കലി ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു പ്രൊവിഷനാണ്. പിന്നെ മെയിൻലി അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് അപ്പോയിൻമെന്റ് ആണ് ആർ ബി ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സർട്ടൺ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗീവ് ദ സെൻട്രൽ ഗവൺമെന്റ് ദ റൈറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദ ആർ ബി ഐ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ള സമയത്ത് ഒരു മേജർ ടച്ചിലായിരുന്നു. അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആർ ബി ഐയും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിരുന്നു സെക്ഷൻ 7 ഓഫ് ആർ ബി ആക്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 7 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഫേവറബിൾ ആകുന്ന ഒരു കണ്ടീഷനിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പീനിയനോട് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ആർ ബി ഐക്ക് ഡയറക്ഷൻസ് പാസ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കാം ആർ ബി ഐക്ക്. അതാണ് സെക്ഷൻ 7 പറയുന്നത്. ഇത് പ്രകാരം ഇതൊരു കോൺട്രവേഴ്സി ആയ കേസായിരുന്നു, എസ്പെഷ്യലി റിഗാർഡിങ് സർപ്ലസ്, നമ്മുടെ ആർ ബിയുടെ സർപ്ലസ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിൽ. അപ്പം ആ സമയത്ത് വന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് സെക്ഷൻ 7 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ റിഗാർഡിൽ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും ആർ ബിക്ക്. അത് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമല്ല, ആർ ബി ആക്ട് പ്രകാരമാണ് ഡയറക്ഷൻസ് പാസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെങ്കിൽ ഓപ്ഷൻ സി 1 and 3 എത്താം. പിന്നെ ദ ഗവർണർ ഓഫ് ആർ ബി ഐ ഡ്രോസ് പവർ ഫ്രം ആർ ബി ആക്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആർ ബിയുടെ റൂൾ, ആർ ബി അല്ലെങ്കിൽ ആർ ബിയുടെ ഗവർണറിന്റെ പവർ, ബാക്കി റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ആർ ബി ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും 1 കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ.